ഭാഗം 31. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം അവരമ്മയെ അടിച്ചിറക്കിയാലും സാരമില്ല. നിനക്ക് വേണ്ടി അമ്മ പോയി അവിടെ ആലോചിക്കും. എന്നിട്ട് സമ്മതമല്ലെന്ന് പറഞ്ഞാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കുന്നത്. അമ്പിളിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അത് ശരിയാണെന്ന് അനന്തുവിന് തോന്നിയിരുന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നിയിരുന്നു. ഇത്ര സമയം മൂടിക്കെട്ടി നിന്ന മനസ്സിന് ഒരു വലിയ മഴ പെയ്ത സുഖമാണ് അവൾക്ക് തോന്നിയത്. ഭാഗ്യത്തിന് ചേച്ചിയും അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൾ അകത്തേക്ക് കയറി നന്നായി ഒന്ന് കുളിച്ചു. ഉച്ചച്ചൂടിലും അവൾക്ക് ശരീരത്തിൽ നല്ലൊരു കുളിർ അനുഭവപ്പെട്ടിരുന്നു. അത് മനസ്സിന്റെ കുളിരാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എത്രയോ ദിവസമായി മൂടിക്കെട്ടി നിന്ന മനസ്സിനാണ് ഇന്ന് ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. എന്തായിരുന്നു തന്റെ പ്രശ്നം? അവനെ ഒന്ന് കാണാത്തതായിരുന്നു തന്റെ മനസ്സിന് ഇത്രയും നാൾ നീറ്റിയിരുന്ന വേദന. അവനെ കണ്ടപ്പോൾ, ആ സാമീപ്യം അറിഞ്ഞപ്പോൾ, ആ നെഞ്ചിൽ ചേർന്ന് നിന്നപ്പോൾ ദുഃഖങ്ങളെല്ലാം അവസാനിച്ചു എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവന്റെ സാന്നിധ്യമാണ് തന്റെ ജീവശ്വാസം. അല്ലെങ്കിൽ താൻ നിശ്ചലമായ പ്രതിമ പോലെയായി പോകും എന്നവൾക്ക് തോന്നിയിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു സന്തോഷവും ഉത്സാഹവും ഒക്കെ വന്നിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ചേച്ചിയും അമ്മയും വന്നപ്പോൾ പഴയതുപോലെയാണ് അവൾ അവരോട് സംസാരിച്ചത്. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ദീപ്തിക്ക് സാധിച്ചിരുന്നു. കുറച്ച് സമയം കൊണ്ട് അവൾക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് ദീപ്തി ആലോചിക്കുകയും ചെയ്തു. അവളുടെ മുഖത്തേക്ക് നോക്കി അത് ചോദിക്കാനുള്ള മടി കൊണ്ട് ആ ചോദ്യം അവൾ വിഴുങ്ങി. കുറെ നാളുകൾക്ക് ശേഷം ദിവ്യയ്ക്കൊപ്പം ഇരുന്ന് കളിക്കുന്ന മോനെ കണ്ടപ്പോൾ അമ്മയ്ക്കും അത്ഭുതം തോന്നിയിരുന്നു. പ്രാർത്ഥനകളും വഴിപാടുകളും ഫലിച്ചു എന്നവർ വിശ്വസിച്ചിരുന്നത്. ആശുപത്രിയിൽ കുറച്ചു സമയം നിന്നതുകൊണ്ട് തന്നെ ക്ഷീണത്താൽ രണ്ടുപേരും വന്നതോടെ ഉച്ചമയക്കത്തിലായി. ആ സമയം നോക്കിയാണ് അവൾ മൊബൈൽ ഫോൺ നോക്കിയത്. അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് കിടക്കുന്നത് കണ്ടു. അനന്തുവാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അപ്പോൾ തന്നെ റിപ്ലൈ അയച്ചു. പെട്ടെന്ന് തന്നെ തിരിച്ച് മറുപടി വന്നു. വീട്ടിലെത്തിയോ? വീട്ടിലപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു സന്ദേശത്തിലൂടെ 100 ചോദ്യങ്ങൾ, തന്നെക്കുറിച്ചുള്ള ആകുലതകൾ എല്ലാം ആ ചോദ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ചെറുചിരിയോടെ മെസ്സേജ് ടൈപ്പ് ചെയ്തതിനു ശേഷം ഫോൺ ഓഫാക്കി വെച്ചു. മനസ്സിലൊരു വലിയ സമാധാനം നിഴലിച്ചിരുന്നു. ഇതിനോടകം കുറച്ചു കാര്യങ്ങളെപ്പറ്റി അവൾ അമ്പിളിയോട് തുറന്നു പറഞ്ഞു. അവളോട് ഇഷ്ടമാണെന്ന് അഭിനയിച്ച ഉൾപ്പെടെ ആദ്യം കുറെ വഴക്കു പറഞ്ഞെങ്കിലും തന്റെ മകനോട് അവർക്കുള്ള സ്നേഹം അറിഞ്ഞപ്പോൾ ഇരുവരും തമ്മിൽ ഒരുമിക്കണമെന്ന് തന്നെയായിരുന്നു അമ്പിളിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന മോഹം. കുറച്ചു സമയം ദിവ്യയും ഉറക്കത്തിൽ ആണ്ടുപോയിരുന്നു. ഇടയ്ക്ക് മോൻ തിരിഞ്ഞപ്പോഴാണ് ദീപ്തി ഉണർന്നത്. അവൾ നോക്കിയപ്പോൾ സമാധാനപൂർവ്വം ദിവ്യ ഉറക്കത്തിലാണ്. ആ സമയത്ത് ഉറക്കം പോയതിനാൽ ദിവ്യയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഏതായാലും വിവേകമായുള്ള വിവാഹം നടക്കാൻ പാടില്ല. എന്നാൽ അനന്തുവുമായുള്ള വിവാഹത്തിന് സമ്മതം മൂളാനും പറ്റില്ല. പക്ഷെ നല്ല പയ്യനാണെന്ന് അവന്റെ സംസാരത്തിൽ നിന്നും ദീപ്തിക്ക് തോന്നിയിരുന്നു. പക്ഷേ ദിവ്യയോടത് പങ്കുവെക്കാൻ പാടില്ല. താൻ ഒരിക്കലും അവളെ പിന്തുണയ്ക്കുന്നതായി അവൾക്ക് തോന്നരുത് എന്ന് നിർബന്ധം ദീപ്തിക്കുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി പെട്ടെന്നാണ് അച്ഛന്റെ ശബ്ദം കടന്നു വന്നത്. പതിവില്ലാതെ അച്ഛൻ ആ സമയത്ത് വന്നത് ദീപ്തിക്ക് അത്ഭുതം തോന്നിയിരുന്നു. മുഖത്തെ ക്ഷീണഭാവം അയാൾക്ക് എന്തോ അസ്വസ്ഥതകൾ ഉണ്ടെന്ന് വിളിച്ചോതി. എന്തു പറ്റി അച്ഛ? എന്താ പെട്ടെന്ന്? അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ല, ഒരു വയ്യായിക പോലെ. എന്താ പറ്റിയതെന്ന് അറിയില്ല. ഒരു തലകറക്കം പോലെ വന്നപ്പോൾ ഞാൻ ദിവാകരനെ കടയിലാക്കി പോന്നു. അച്ഛൻ റെസ്റ്റ് എടുക്ക്, ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കാം. അവൾ അടുക്കളയിലേക്ക് പോയി ഒരു പാത്രത്തിൽ കഞ്ഞിവെള്ളം എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരൽപ്പം ആശ്വാസം തോന്നിയിരുന്നു. എന്തുപറ്റി പെട്ടെന്ന് എന്നറിയില്ല. പ്രഷറോ മറ്റോ താഴ്ന്നതാകും. അയാളുടെ മുഖത്ത് വിയർപ്പ് തോളിൽ കിടന്ന് തോർത്തുകൊണ്ടൊപ്പി. എല്ലാരും എവിടെ? അമ്മയും മോനും ദിവ്യയും ഒക്കെ ഉറക്ക. ഞാനും അമ്മയും ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ ഒരുപാട് ക്ഷീണിച്ചു പോയിരുന്നു. അമ്മയെ വിളിക്കണോ? ആരെയും വിളിക്കണ്ട, കിടക്കട്ടെ. അച്ഛൻ ചോറ് കഴിച്ചോ? ചോറ് ഹോട്ടലിൽ നിന്ന് കഴിച്ചിരുന്നു. അതിൻ്റെ ആണോ എന്നറിയില്ല. എന്തോ ഒരു ബുദ്ധിമുട്ട്. ഒരു മീൻ വറുത്തത് വാങ്ങിയിരുന്നു. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ആർക്കറിയാം. ഇനി അതായിരിക്കും. പുറത്തുനിന്നൊന്നും കഴിക്കേണ്ട. ഇവിടെ വരേണ്ട താമസമല്ലേ ഉള്ളൂ. ചോറ് ഇവിടെ വന്ന് കഴിച്ചുകൂടെ അച്ഛന്? അല്ലെങ്കിൽ അമ്മയെ അങ്ങോട്ട് കൊണ്ടുവരില്ലേ? അങ്ങനെയായിരുന്നു. ഇന്ന് നിങ്ങൾ ആശുപത്രിയിൽ പോയത് കൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയല്ലേ ഞാൻ പുറത്തു നിന്ന് കഴിച്ചത്? എങ്കിൽ പിന്നെ അത് തന്നെയാണ്. അതുകൊണ്ട് എന്തോ ബുദ്ധിമുട്ട് വന്നതായിരിക്കും. നീ പോയി കിടന്നു. ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പോകും. അച്ഛൻ ഇനി പോകണ്ട. ഒരു ദിവസമെങ്കിലും അച്ഛൻ റെസ്റ്റ് എടുക്കൂ. ഞാനിന്ന് വൈകിട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ആവട്ടെ, ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കാം. അച്ഛൻ സമാധാനമായി ഇരിക്കുന്ന ഈ നിമിഷമാണ് ദിവ്യയെ പറ്റി പറയാൻ നല്ലതെന്ന് ദീപ്തിക്ക് തോന്നിയിരുന്നു. പതുക്കെ അച്ഛന്റെ അരികിലേക്ക് ചെന്നു. ഒന്നും സംസാരിക്കാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്താടി, നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറ. അവളുടെ മനസ്സ് മനസ്സിലാക്കി എന്നതുപോലെ അയാൾ പറഞ്ഞു. ഞാൻ പറയുമ്പോൾ അച്ഛൻ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്താ മോളെ, നീ പറ. അച്ഛാ, വിവേകിനെ കുറിച്ച് ഒന്ന് നന്നായി തിരക്കണം. അമ്മായിയുടെ
മോനും ഒക്കെ തന്നെയാണ്. പക്ഷെ വിവേകിന്റെ സ്വഭാവം നമുക്കറിയില്ലല്ലോ. അവൻ പഠിച്ചതും ജോലി ചെയ്തതും ഒക്കെ അന്യനാട്ടിലല്ലേ. നമ്മുടെ കുട്ടി അവന്റെ കൈകളിലേക്ക് പിടിച്ചു കൊടുക്കുന്നത് നമ്മുടെ കൊച്ചിനെയാണ്. നമ്മൾ നന്നായി തിരക്കണ്ടേ? ആ ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ. നീ എന്താ അങ്ങനെ പറഞ്ഞത്? കൂട്ടൊന്നും കൊണ്ടല്ല. എൻ്റെ ചില കൂട്ടുകാരികളൊക്കെ വിവേകിന്റെ കൂടെ പഠിച്ചതാണ്. അതുകൊണ്ട് എനിക്കറിയാം. ഫോട്ടോ കണ്ടപ്പോൾ അതിലൊരാൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അതെന്താണെന്ന് ചോദിക്കരുത്, പറയില്ല. കാരണം അത് തെറ്റാണെങ്കിൽ പിന്നെ വിവേകിനെ കുറിച്ച് അച്ഛൻ്റെ മനസ്സിൽ ഒരു കരട് കിടക്കില്ലേ? അവൻ നാളെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കയറിയ ആ കരട് മനസ്സിൽ തന്നെ കിടക്കും. അതുകൊണ്ട് അച്ഛൻ തന്നെ നന്നായി തിരക്കണം. നമ്മുടെ ബന്ധുവാണെന്ന് പറഞ്ഞാലും ഒന്നും തിരക്കാതെ അവന്റെ കൈകളിലേക്ക് പിടിച്ചു കൊടുക്കാൻ പാടില്ല. ദീപ്തിയുടെ വാക്കുകൾ ഒരു നിമിഷം അയാളുടെ മനസ്സിലും ചെറിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം? ഒരിക്കൽ കൂടി അയാൾ ചോദിച്ചു. പെട്ടെന്ന് എന്തു പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അതച്ഛാ, ഞാൻ പറഞ്ഞില്ലേ, ഒരു കൂട്ടുകാരിയുടെ സിസ്റ്റർ പഠിച്ചത് വിവേകിന്റെ കൂടെയാ. പഠിക്കുന്ന കാലത്ത് കുട്ടികളല്ലേ, എന്തെങ്കിലുമൊക്കെ തല്ലിപ്പൊളി പരസ്പരം ഉണ്ടായിട്ടുണ്ടാവും. അതായിരിക്കും അവൾ അത്രയും ഉറപ്പിച്ച് എന്നോട് പറഞ്ഞത്. അച്ഛന് സാധിക്കുമെങ്കിൽ ഒന്ന് തിരക്ക് അവനെ പറ്റി. ദിവ്യ ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കേണ്ടത് അവിടെയാണ്. അവനെക്കുറിച്ച് ഒന്നും ആലോചിക്കാതെ ഞാനിങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഗൗരവത്തോടെ അയാൾ ചോദിച്ചു. എനിക്കറിയാം അച്ഛൻ അങ്ങനെ ചെയ്യില്ലെന്ന്. എങ്കിലും അതൊന്ന് പറയേണ്ടത് എൻ്റെ കടമയാണെന്ന് തോന്നി. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള വിവേകിനെ മാത്രമേ അറിയൂ. അന്യനാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോഴത്തെ കാലമാണ്. നീ പറയുന്നതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ഞാൻ നന്നായി ഒന്ന് തിരക്കുന്നുണ്ട്. ഇനിയും സമയമുണ്ടല്ലോ. അല്ലെങ്കിലും അവർ പെട്ടെന്ന് വിവാഹം വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചതാണ് ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് തിരക്കണമെന്ന്. ഇത്രയും കാലം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു മതി കല്യാണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്താ കല്യാണം നടത്താൻ ഇത്ര ധൃതിയെന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു. അച്ഛൻ്റെ ആ വാക്കുകൾ അല്പം സമാധാനം നിറച്ചിരുന്നു. ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. അതും പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് പോയപ്പോൾ ദീപ്തിയുടെ മനസ്സിൽ ഒരു കുളിർക്കാറ്റ് വീശിയിരുന്നു. ഫോൺ കയ്യിലുണ്ടെങ്കിലും പഴയതുപോലെ ഫോൺ വിളിയോ സംസാരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സംസാരിക്കാതിരിക്കുന്നതിലും ഭേദമാണ് എന്തെങ്കിലും ചെറിയ വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നത് എന്നുള്ളതിനാൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഫോൺ സന്ദേശങ്ങളിലൂടെയും കോളുകളിലൂടെയും ഒക്കെ അവർ പങ്കുവച്ചു. 2 ദിവസങ്ങൾ വളരെ സമാധാനപൂർവ്വം തന്നെയാണ് കടന്നുപോയത്. ഇതിനിടയിൽ വിവാഹത്തെക്കുറിച്ച് വീട്ടിലാരും സംസാരിച്ചില്ല എന്നത് ദിവ്യയ്ക്ക് ആശ്വാസമേകുന്നൊരു വാർത്ത തന്നെയായിരുന്നു. എന്നാൽ പതിവില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് കയറി വന്ന അച്ഛൻ നാമം ജപിച്ചുകൊണ്ടിരുന്ന തന്നെ മാത്രം രൂക്ഷമായി നോക്കുന്നത് കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നിയിരുന്നു ദിവ്യയ്ക്ക്. നാമം ജപിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ പാടെ അകത്തേക്ക് പോകാൻ തുടങ്ങിയവളോട് അച്ഛൻ നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഗൗരവം ഒട്ടും മാറാതെയുള്ള ആ മുഖഭാവം അവളിൽ ഒരു അമ്പരപ്പ് സൃഷ്ടിച്ചിരുന്നു. നീ കഴിഞ്ഞ ദിവസം അമ്പിളിയുടെ വീട്ടിൽ പോയിരുന്നു? അച്ഛന്റെ ഒരു ചോദ്യം കൊണ്ട് തന്നെ ആത്മധൈര്യം മുഴുവൻ ചോർന്നു പോകുന്നത് ദിവ്യ അറിഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൾ. വാക്കുകൾ പോലും കിട്ടുന്നില്ല. പെട്ടെന്നാണ് അടുക്കളയിൽ നിന്നും സുഭദ്ര ഇറങ്ങി വന്നത്. ഈ നിമിഷം ദീപ്തി ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയിരുന്നു ദിവ്യ. കഴിഞ്ഞ ദിവസമാണ് അവൾ തിരികെ വീട്ടിലേക്ക് പോയത്. അച്ഛന്റെ ചോദ്യത്തിൽ അമ്മയും ഞെട്ടിയെന്നുള്ളത് ഉറപ്പാണ്. ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന അമ്മയുടെ മുഖഭാവം ഇടം കണ്ണാൽ അവൾക്ക് കാണാമായിരുന്നു. എടി, പോയിരുന്നോ എന്ന് ഒരിക്കൽ കൂടി അച്ഛന്റെ ശബ്ദം ഉയർന്നപ്പോൾ വിറച്ചു പോയിരുന്നു ദിവ്യ. പോയിരുന്നു അച്ഛാ. എന്തിന്? അയാളുടെ സ്വരത്തിലും ഭാവത്തിലും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അവളുടെ മറുപടിയിൽ ആകെ ഞെട്ടിപ്പോയത് സുഭദ്രയായിരുന്നു. ഒന്നും മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് തന്നെ സുഭദ്ര സൂക്ഷിച്ചു നോക്കി. വേദനയും ദേഷ്യവും പരിഭവവും ഒക്കെ ഉണ്ടായിരുന്നു ആ നോട്ടത്തിൽ. എന്തിനാ നീ അവിടെ പോയത് എന്ന് വീണ്ടും ദേഷ്യത്തോടെ അച്ഛൻ ചോദിച്ചു. അത് ആ കുട്ടി, അമ്പിളി ആന്റിയുടെ മോള്, അവിടെ ലൈബ്രറി വരുന്ന കുട്ടിയാണ്. അതിൻ്റെ കയ്യിലൊരു പുസ്തകം വാങ്ങാനുണ്ടായിരുന്നു എനിക്ക്. ഒരു വിധത്തിൽ മുഖത്ത് നോക്കാതെ അവൾ കള്ളം പറഞ്ഞു. അവളുടെ പിടച്ചിൽ കണ്ടപ്പോൾ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് വ്യക്തമായി തന്നെ സുഭദ്രയ്ക്ക് മനസ്സിലായിരുന്നു. ഇപ്പോൾ നിനക്കെന്തിനാ പുസ്തകം? കോളേജെല്ലാം കഴിഞ്ഞതല്ലേ? അത് പഠിക്കാനുള്ളതായിരുന്നില്ല, വായിക്കുന്ന പുസ്തകം. അത് വായിക്കാൻ വേണ്ടി കുറെ നാളായി ആ കുട്ടി കൊണ്ടുപോയെന്ന് ലൈബ്രറിയിലെ ചേച്ചി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടെ പോയത്. എന്നിട്ട് നിന്നെ കൊണ്ടുവിട്ടത് അവിടുത്തെ ചെറുക്കനാണോ? അതും ബൈക്കിന് കനാലിന്റെ അവിടെ വരെ അവൻ നിന്നെ കൊണ്ടുവന്ന് വിട്ടു എന്ന് ഞാൻ അറിഞ്ഞു. അത് സത്യമാണോ? അച്ഛനെല്ലാം വ്യക്തമായി അറിഞ്ഞതിന് ശേഷമാണ് ചോദിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തർക്കത്തിന് അവൾ നിന്നില്ല. എനിക്ക് തിരികെ വരാനുള്ള വഴി അറിയില്ലായിരുന്നു. അവിടേക്ക് പോയതും ഒരുപാട് പേരോട് ചോദിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ ചേട്ടൻ എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞത്. മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ അവളുടെ കരണമടച്ച് അടിയായിരുന്നു അയാൾ കൊടുത്തത്. ഒരു നിമിഷം ദീപക്കും ഞെട്ടിപ്പോയിരുന്നു. സുഭദ്ര നിന്നിടത്ത് നിന്ന് അനങ്ങിയെന്നില്ല.
അവൾ താൻ പോലും അറിയാതെ എപ്പോഴാണ് അവിടേക്ക് പോയത് എന്ന സംശയമായിരുന്നു സുഭദ്രയിൽ നിറഞ്ഞു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശില പോലെ അവർ അവിടെ തന്നെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. സംഭവങ്ങളെല്ലാം കണ്ട് ദീപക് ഭയന്നുപോയി. അവൻ ഒന്നും മനസ്സിലാവാതെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. വീണ്ടും വീണ്ടും എന്റെ മുഖത്തേക്ക് നോക്കി നീ കള്ളം പറയുന്നു. നീയും അവനും തമ്മിൽ എന്താ ബന്ധം? എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ ചോദിക്കുന്നത്. അച്ഛൻ എന്തറിഞ്ഞു എന്നാണ് പറയുന്നത്? എന്ത് ബന്ധം? ആരാ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞത് ആരുമാവട്ടെ, നാട്ടുകാർക്ക് മുഴുവൻ മോളുടെ പ്രണയബന്ധം അറിയാമോ? ഇന്ന് കടയിൽ സാധനം വാങ്ങാൻ വന്ന സ്ത്രീ നീ അവിടെ പോയ കാര്യം പറഞ്ഞത്. അതറിഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോഴാണ് വിവേക് എന്നെ കാണാൻ വന്നത്. ഇവിടെ പെണ്ണ് കാണാൻ വന്ന ദിവസം തന്നെ നീ അവനോട് അവനെ ഇഷ്ടമല്ലെന്നും അമ്പിളിയുടെ മകനെ ഇഷ്ടമാണെന്നും പറഞ്ഞുവെന്നറിഞ്ഞത്. നിന്നെ ഇഷ്ടമല്ല എന്ന് പറയണമെന്ന് നീ അവനെ നിർബന്ധിച്ചതായി ഞാൻ അറിഞ്ഞു. പിന്നെ അവൻ മോശക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ നീയും നിന്റെ കാമുകനും കൂടി എന്തൊക്കെയോ കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുമൊക്കെ വിവേക് എന്നോട് പറഞ്ഞു. ഒന്നും പറയാൻ സാധിക്കാതെ വിഷമിച്ച് ജീവിക്കുകയായിരുന്നു ആ പാവം. അപ്പോഴും അവൻ എന്നോട് പറഞ്ഞത് നിന്നെ വഴക്ക് പറയരുത്, ഉപദ്രവിക്കരുത് എന്നാണ്. നിനക്കിഷ്ടമാണെങ്കിൽ അത് നടത്തി കൊടുക്കാൻ, വേണമെങ്കിൽ നിന്നെ മറന്നുകൊള്ളാമെന്ന്. അത്രയ്ക്ക് ആ പാവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവനെക്കുറിച്ച് കള്ളങ്ങൾ ഉണ്ടാക്കാൻ നീ ആരെയൊക്കെയാണ് കൂട്ടുപിടിച്ചതെന്ന് മാത്രം പറഞ്ഞാൽ മതി. തനിക്കൊരു മുഴം മുൻപേ വിവേക് എറിഞ്ഞിട്ടുണ്ടെന്ന് ദിവ്യയ്ക്ക് മനസ്സിലായിരുന്നു. ഒന്നും സംസാരിക്കാൻ കഴിയാതെ മരവിച്ച അവസ്ഥയിലായിരുന്നു ദിവ്യ. കാത്തിരിക്കൂ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി.